കഴിഞ്ഞ ദിവസം ഒരു സിനിമാ പ്രവർത്തകനുമായി സംസാരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, വിദ്യാർത്ഥികളാണ് ഇതിൽ ഉൾപ്പെടുന്നത് എങ്കിൽ, അക്രമ സ്വഭാവം കാണിക്കുന്നത് എങ്കിൽ, കമ്മിറ്റ്മെന്റ് ഇല്ലാതെ പെരുമാറുന്നത് എങ്കിൽ, സാമൂഹ്യ വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതെങ്കിൽ, ലഹരി ഉപയോഗിക്കുന്നത് എങ്കിൽ ആ വിദ്യാഭ്യാസ സംവിധാനത്തിനല്ലേ എന്തോ ഒരു പ്രശ്നമുള്ളത് എന്നുള്ളത്. അത് വളരെ ഡയറക്റ്റായ ഒരു ചോദ്യമായിരുന്നു. അത് പഠിക്കേണ്ടതാണ് എന്ന് നമ്മൾ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. പക്ഷെ അതിലൊരു പോയിന്റ് ഉണ്ടല്ലോ. ഈ നേരത്തെ ഹിബ പറയുന്നു, ഇപ്പോൾ നൗഫൽ പറഞ്ഞു വെച്ചു, ഇതിലൊരു സാമൂഹ്യ ജീവി എന്ന അന്തരീക്ഷം കുഞ്ഞുങ്ങൾക്ക് ആദ്യം ഉണ്ടാകുന്നത് സ്കൂളിൽ പോകുമ്പോഴാണ്. അവിടെ നിന്ന് അവരുടെ കൗമാരവും പ്രായവും ചിന്താഗതിയും ബുദ്ധിയും വികസിക്കുന്നതിനനുസരിച്ച് ഒരു കൗമാരക്കാരനായി മാറുന്നു, ഒരു കോളേജ് വിദ്യാർത്ഥിയായി മാറുന്നു. അവിടെയൊക്കെ ഒരു സാമൂഹ്യ ജീവിതം ഉണ്ട് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എത്ര പേർ ഇന്റർവെല്ലിൽ കൈകൂട്ടി പിടിച്ച് നടക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അവനവൻ്റെ ഫോണിലേക്കാണോ ആ സമയത്തേക്ക് പോകുന്നത് എന്ന് എനിക്ക് നിലവിൽ അറിയില്ല. അങ്ങ് കുട്ടികൾക്ക് ക്ലാസ് എടുക്കാനടക്കം പോവുകയും ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു സാമൂഹ്യ ജീവി എന്ന അന്തരീക്ഷമോ പശ്ചാത്തലമോ ഉണ്ടോ? അവിടെ നിന്നാണോ ഈ പറയുന്നത് പോലെ ഒറ്റപ്പെടലിന്റെ ഇടങ്ങളിലേക്ക് ലഹരി എത്തിച്ചേരുന്നത്? അത് പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യം വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നവർ, അധ്യാപകർ, ഇവർക്കുള്ള ഉത്തരവാദിത്തത്തെക്കുറിച്ചാണ് പ്രധാനമായിട്ടും പറയുന്നത്. എന്തായാലും ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം, തികച്ചും ലോ ആൻഡ് ഓർഡർ പ്രശ്നമായിട്ട് സമീപിക്കാൻ പോകുന്നത് ഞാൻ എന്ന് പറയുന്നത് പോലീസുകാർക്ക് ഇതിന് ഇടപെടാനോ എക്സൈസുകാർക്ക് ഇടപെടാനോ പാടില്ല എന്നുള്ളതല്ല, അങ്ങനെ ഒരു അഭിപ്രായമല്ല. പക്ഷേ ലോ ആൻഡ് ഓർഡർ പ്രശ്നമായിട്ട് മാത്രം കാണുന്നത് ഇതിനെക്കുറിച്ചുള്ള മനസ്സിലാക്കലിൽ നിന്ന് നമ്മളെ പിന്നോട്ട് വലിക്കുള്ളൂ. തിരിച്ച് ലോ ആൻഡ് ഓർഡർ പ്രശ്നമായിട്ട് മാത്രം പരിഹരിക്കാനാണ് പോണെങ്കിൽ അത് കൂടുതൽ ലാഭത്തിലേക്ക് പോകും. അത് അനാവശ്യമായ തരത്തിലേക്ക് സ്ഥാനങ്ങൾ മാറാനും സാധ്യതയുണ്ട്. നമുക്കറിയാം പല രാജ്യങ്ങളിലും ഇത് ലോ ആൻഡ് ഓർഡർ പ്രശ്നം മാത്രം ആയി കണ്ടുകൊണ്ട് അത് വലിയ പ്രശ്നങ്ങളിലേക്ക് സംബന്ധിച്ചില്ല. പല എൻകൗണ്ടറൊക്കെ ഉണ്ടായതും നമുക്കറിയാം. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ഓരോ ക്ലാസ്സിൽ പോകുമ്പോഴും വിദ്യാർത്ഥികൾ സംസാരിക്കുമ്പോഴും ഈ ബഹുഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥികൾ ലഹരിക്ക് അടിമയാണ്, ലഹരി കഴിക്കുന്നു എന്നൊക്കെ തെറ്റായ അനുമാനമാണ്. അതൊന്നും നമ്മൾ അങ്ങനെ അനുമാനിക്കുന്നത് ശരിയല്ല. പക്ഷേ അതേസമയം ഇത് ലഹരി സമൂഹത്തിൽ വ്യാപിക്കുന്നുണ്ട്. ഈ വ്യാപിക്കാനുള്ള പല കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളുണ്ട്, ഒരു കാര്യമൊന്നുമല്ല. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സംശയം ഇന്ന് ഇതിൻ്റെ ലഭ്യത പല രൂപത്തിലും കൂടി. ഇപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന 90കളുടെ കാലത്തല്ല നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ മൊബൈൽ ഫോൺ വഴിയും വാട്സാപ്പ് വഴിയും അല്ലാതെ പല മാർഗ്ഗങ്ങളിലൂടെയും ഇത് കൈമാറാനും എത്താനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. അതുപോലെ നമുക്കിതൊന്നും പെട്ടെന്ന് വേണ്ടാന്നൊക്കെ പറ്റുന്ന കാര്യമില്ല. ടെക്നോളജിയാണെങ്കിൽ മൊബൈലാണെങ്കിൽ അതൊക്കെ പലതരത്തിൽ ഉപയോഗപ്രദമായിട്ടുള്ള കാര്യമാണ്. കുട്ടികൾക്കത് നിഷേധിക്കുന്ന ഒട്ടും തന്നെ ശരിയായിട്ട് സമീപനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്ന കാര്യം വെച്ചാൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ റെസ്പോൺസിബിലിറ്റി എല്ലാവർക്കും ഉണ്ട്. ആ പ്രധാനമായിട്ടും മാതാപിതാക്കൾക്ക് തീർച്ചയായിട്ടും വീട്ടിലകത്ത് റെസ്പോൺസ്, പക്ഷേ ഈ വിദ്യാർത്ഥി കൂടുതൽ സമയം ചിലവാക്കുന്നതും ആ വിദ്യാർത്ഥിയുടെ ജീവിതം ഷേപ്പ് ചെയ്യുന്നത് സ്കൂൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. അത് സ്കൂളായിക്കോട്ടെ കോളേജുകളായിക്കോട്ടെ, അതിൻ്റെ അകത്തുള്ള അതുകൊണ്ടാണല്ലോ സ്കൂളും കോളേജുകളും വെറും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളല്ല, സോഷ്യലൈസ് ചെയ്യാനുള്ള സ്ഥാപനങ്ങളുണ്ട്. ആ സോഷ്യലൈസേഷൻ സ്ഥാപനങ്ങളിൽ ഈ സാമൂഹ്യവൽക്കരണം എന്ന് നടക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. അത് നമ്മൾ ചെറിയ ക്ലാസ് മുതൽ നമ്മൾ ഉയർന്ന സ്ഥാപനങ്ങളിൽ പോകുമ്പോൾ നമ്മുടെ സൗഹൃദങ്ങൾ, അധ്യാപകരായിട്ടുള്ള ബന്ധം, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കൾച്ചർ, ഇതിലെല്ലാം സാമൂഹ്യവൽക്കരണം നടക്കുന്നത്. ഇവിടെയൊക്കെ തന്നെ സംഭവിക്കുന്ന എന്തൊക്കെ പാകപ്പിഴലാണ്, ഏതൊക്കെ തരത്തിൽ ഇവിടെ അത്തരം ബന്ധങ്ങൾ ഇടർച്ചകൾ ഉണ്ടാകുന്നു, ആ സാമൂഹ്യവൽക്കരണത്തിന് എന്തൊക്കെ വിഘാതമായി നിൽക്കുന്നു, തികച്ചും ഉപഭോഗാസ്പദമായിട്ടുള്ള രീതിയിലേക്ക് മാറുന്നുണ്ടോ എന്ന കാര്യമൊക്കെ അന്വേഷിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടി ബാധ്യസ്ഥരാണ്. പ്രത്യേകിച്ചും പറയുന്ന കാര്യം, ഇന്നത്തെ അവസ്ഥയിൽ വലിയ മറ്റു രീതിയിലൊക്കെ പണം വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരുപാട് പണം വിനിയോഗിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞ സർവൈലൻസ് നടത്തണമെന്നല്ല. ഇത് രാവിലെ എണീച്ച് വാർഡന്മാർ പോയി ഹോസ്റ്റൽ മുറി റെയ്ഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള പരിപാടികളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ലോ ആൻഡ് ഓർഡർ കാഴ്ചപ്പാടിൽ നടപ്പാക്കാൻ പോകുന്നത്. അതൊക്കെ തിരി ബാക്ക്ലാഷ് ചെയ്യും. മറിച്ച് വിദ്യാർത്ഥിയെ മനസ്സിലാക്കാനായുള്ള സംവദിക്കാനും അവരോട് സംവദിക്കാനുമുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം പല രീതിയിലും നല്ലതാണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം പല രീതിയിലും ഗുണം ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്കറിയാം, ഇന്ന് പല കുട്ടികളും പലതരത്തിലുള്ള പീഡനങ്ങൾക്കും വിധേയമായിട്ടും മുമ്പൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് സ്കൂളിൽ അത്തരം കൗൺസിലിംഗ് മെക്കാനിസം പല ആൾക്കാർക്കും പല കുട്ടികൾക്കും ഈ കാര്യം പറയാൻ അവസരം സൃഷ്ടിച്ചിട്ടുണ്ട്. പോസിറ്റീവായിട്ടൊരു ഒരുപാട് വശങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കാലത്തിട്ടായിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ അവഗണിച്ചിട്ട് കാര്യമില്ല. ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരുപാട് മാറ്റങ്ങൾ പഴയ കാലത്ത് വ്യത്യസ്തമായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് ഇത്തരം കാര്യങ്ങൾ പരിഗണിക്കാനും മനസ്സിലാക്കാനുള്ള മാറ്റമുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഈ സർവേലൻസ് നടത്താത്ത വിധത്തിൽ, കുട്ടിയെ നിരന്തരമായ മോണിറ്ററിംഗ് വിധേയത്തിൽ, അയാൾ ഒറ്റപ്പെടുത്താത്തിൽ, അയാളുടെ ഒരു വിദ്യാർത്ഥിയെ മാത്രം കേന്ദ്രീകരിച്ച് അന്വേഷണം ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് വേറൊരു കൾച്ചർ, ഒരു സാമൂഹ്യ ജീവിതത്തിൻ്റെ കൾച്ചർ എങ്ങനെയൊക്കെ അഭാവപ്പെട്ടു പോകുന്നുണ്ട്. ഇതിന് പ്രധാനമായിട്ട് ഒരു കാര്യമുണ്ട്, ഈ ഉത്സവാന്തരീക്ഷമല്ല ഈ സാമൂഹ്യവൽക്കരണം. അതാണ് പലപ്പോഴും തെറ്റിദ്ധരിക്കുന്ന വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ തെറ്റിദ്ധരിക്കുന്ന കാര്യം. ഈ ഉത്സവാന്തരീക്ഷം സൃഷ്ടിക്കലാണ് സാമൂഹ്യവൽക്കരണം. തെറ്റാണ്. അങ്ങനെയായിരുന്നില്ല ഒരു സാമൂഹ്യവൽക്കരണം നടന്നിട്ടുള്ളത്. കാര്യം ഒരുപാട് DJ പാർട്ടി നടത്തുക,
ആഹ്ലാദം തുള്ളിച്ചാടുക, ഇതൊന്നല്ല സാമൂഹ്യവൽക്കരണത്തിന് നിദാനമായ കാര്യം. അതൊന്നും വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. കാര്യം പാട്ടും ബന്ധങ്ങളൊക്കെ നല്ലത്. പക്ഷേ സാമൂഹ്യവൽക്കരണ പ്രോസസ്സ് എന്ന് പറയുന്നത് അത് പരസ്പര സംവാദത്തിലൂടെ പരസ്പരം മനസ്സിലാക്കുന്നതും ആശയം കൈമാറുന്നതിലൂടെയൊക്കെ ഉണ്ടാകുന്നൊരു കാര്യമാണ്. അത് ഒരു കൾച്ചർ കേരളത്തിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ക്യാമ്പസുകളിൽ അത്തരമൊരു സംസ്കാരം, ആ കേരള സംസ്കാരത്തിൻ്റെ ഗുണഫലങ്ങൾ കേരളം അനുഭവിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് അതിൻ്റെയൊക്കെ ചെറിയ വിട്ടുമാറിച്ചകൾ ഉണ്ടാവുന്നുണ്ട്. ഇതിന് പ്രധാനമായിട്ടും ഈ വിദ്യാർത്ഥി സംഘടനകൾ തന്നെ ഒരു പ്രധാനമായിട്ടും ഇതിൻ്റെ അകത്തൊരു അരാഷ്ട്രീയവൽക്കരണത്തിന് വിധേയമാവുണ്ടോ എന്നുള്ള കാര്യം ആലോചിക്കേണ്ടതുണ്ട്. കാര്യം അവരെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ മറ്റ് പല ഘടകങ്ങളാണെങ്കിൽ, കാരണം ഉപഭോഗ ആസക്തമായിട്ടുള്ള പല ഘടകങ്ങളാണ് അവരുടെ നേതൃത്വരെ പോലും എന്താ പറയുക താല്പര്യപ്പെടുന്നെങ്കിൽ. കാര്യം ഒരു BMW ഓടിച്ചു പോകുന്നതാണ് ഒരു വിദ്യാർത്ഥി നേതാവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്നൊക്കെയാണ് പുറത്തു വരുന്നതെങ്കിൽ അത് വലിയ സങ്കടമായിട്ടുള്ള അവസ്ഥയല്ലേ. അപ്പോൾ അതിന് പകരം ആ സാമൂഹ്യവൽക്കരണ രാഷ്ട്രീയം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം. ഇത് എന്തുകൊണ്ട് വിദ്യാർത്ഥി സംഘടന ഉൾപ്പെടെ അധ്യാപക സംഘടന ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് നഷ്ടപ്പെടുന്നുള്ള പ്രധാനപ്പെട്ട കാര്യം ഞാൻ രാഷ്ട്രീയവൽക്കരിക്കാൻ ഉദ്ദേശിക്കുന്ന കക്ഷി രാഷ്ട്രീയവൽക്കരണം, നമ്മുടെ രാഷ്ട്രീയമായിട്ട് സാമൂഹ്യബോധം അതിൻ്റെ അകത്ത് നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതിന് പകരം ഉത്സവങ്ങളും മറ്റും കയറി വരുന്നത്. രണ്ടാമത്തെ കാര്യം, വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നമ്മൾ നോക്കേണ്ട കാര്യം, ഈ രാഷ്ട്രീയ സംഘടന വിദ്യാർത്ഥി സംഘടന നേതൃത്വമൊക്കെ വളരെ പ്രതിജ്ഞാബദ്ധ ആൾക്കാർ. നമ്മൾ അവരെ അടച്ചാക്ഷേപിക്കുന്ന നടത്തില്ല. കാര്യം അവർ പ്രതിജ്ഞാബദ്ധ രാഷ്ട്രീയം, അവർക്ക് അവരുടെ രാഷ്ട്രീയം ഒരുപക്ഷെ കരിയറും കൂടി അവർ നോക്കുന്നുണ്ട്. പക്ഷേ ഈ സംഘടനകളൊക്കെ മറവാക്കി പല ആൾക്കാർക്ക് ഉപയോഗപ്പെടുത്തുക. അവർക്കൊരു രാഷ്ട്രീയം ഉണ്ടാവില്ല, അവർക്ക് യാതൊരു അടിസ്ഥാനവും ഉണ്ടാവില്ല. പക്ഷേ അവരിത്തരം സംഘടനകൾ എന്തുകൊണ്ട് അതിനെ മറയാക്കുമെന്ന് വെച്ചാൽ ഈ സംഘടനകൾക്ക് അവരുടെ ഈ ഇതുപോലുള്ള ഏർപ്പാടുകൾക്ക് സൗകര്യം ലഭിക്കുന്നു. ഇത് ക്രോസ് ചെക്ക് ചെയ്യാൻ സർവൈലൻസ് അല്ല, ഇൻഷുറൻസ് സർവൈലൻസ് അല്ല, വിദ്യാർത്ഥി സംഘടനകൾ തന്നെ സ്വയം ഒരു പരിശോധന നടത്താൻ ജാഗ്രത ഉണ്ടാവണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. രാഷ്ട്രീയമായി കൂടെ നിർത്തുന്നവന് രാഷ്ട്രീയ ബോധമുണ്ടോ, സമൂഹത്തോട് ബോധ്യമുണ്ടോ? ഒരു കാര്യമുണ്ട്, ഈ സാമൂഹ്യവൽക്കരണത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം ഉത്തരവാദിത്വം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അധ്യാപകരുടെയും ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം തന്നെ ഉണ്ടാവണം. കാര്യം അത് ഈ സർവൈലൻസ് അല്ല, മറിച്ച് ഒരു സംവാദത്തിന്റെ കൾച്ചർ അതിൻ്റെ അകത്തുണ്ട്. ഇത് കേരളത്തിൽ ഉണ്ടായിരുന്നതാണ്. ഇത് ആ സംവാദം നമുക്ക് എവിടേക്കോ നഷ്ടപ്പെട്ടു പോകുന്നൊരു സ്ഥിതിവിശേഷം ഇന്ന് നിലവിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു.